എല്ലാവരും നിയമമന്ത്രി പി പ്രതീക്ഷിച്ചതുപോലെയുള്ള രാജീവ് ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി അവർ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തിയെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു. എന്നാൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിലെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്നതിൽ സർക്കാർ ഒട്ടും തന്നെ മടി കാണിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ചില സാക്ഷികളെ തിരിച്ചു വിളിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതിലെല്ലാം ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ 2 തവണ കേസ് കൊടുക്കുകയും സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ പ്രോസിക്യൂഷന് അനുകൂലമായി അത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണ കോടതിയുടെ വിചാരണ കോടതിയുടെ നടപടിയിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതിയുടെ വിധി ലഭിക്കുകയും ചെയ്തു. പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് പ്രഗത്ഭരായ അഭിഭാഷകർ ഉപയോഗിച്ച് എപ്പോഴും സർക്കാർ നടത്തിയത്. ഹൈക്കോടതിയിൽ DGPമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് DGPയും ഈ സർക്കാരിൻ്റെ സമയത്ത് DGPയും തുടർച്ചയായി ഹാജരായിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ സീനിയർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടാണ് കേസ് നടത്തിയത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറ്റം തെളിയിക്കപ്പെട്ടു, അത് പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ. 1512 പേജുള്ള ഒരു ആർഗ്യുമെന്റ് നോട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൻ്റെ ആർഗ്യുമെന്റിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനാധാരമായിട്ടുള്ള തെളിവുകൾ, അങ്ങനെ ഒരു 5 വോളിയങ്ങളിലായിട്ട് ഒരു ആർഗ്യുമെന്റ് നോട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിന് അനുസൃതമായിട്ടുള്ള വിധിയല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് DGPയെ സംസാരിച്ചു, മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിധിന്യായം വിശദമായിട്ട് പരിശോധിക്കും. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഫുൾ വിധി വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ പോരായ്മ വരേണ്ടതുള്ള ഒരു അന്വേഷണമല്ല വന്നിട്ടുള്ളത്. പഴുതെടുത്തുള്ള അന്വേഷണമാണ്. പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഗവൺമെന്റ് അന്വേഷണ സംഘത്തിന് കൊടുത്തിരുന്നു, പ്രോസിക്യൂഷനും നൽകിയിരുന്നു, DGP ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യമായ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നു. അപ്പോൾ അതിൽ കോൺസ്പിറൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത്. അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുന്നതിന്, പൂർണ്ണമായി നീതി ലഭിക്കുന്നതിന്, ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത്. ദിലീപ് പറഞ്ഞത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, ആ ഗൂഢാലോചനയാണ് കോടതിയിൽ പൊളിഞ്ഞു പോയെന്നാണ്. അല്ല, ഓരോ പ്രതികൾക്കും കുറ്റവിമുക്തരാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മളിവിടെ കാണേണ്ടത് പൊതുവെ ഉയർന്നു വന്ന ഒരു ഗൗരവമായ പ്രശ്നം, അത് സംബന്ധിച്ച് ഒരു നാടാകെ ഞെട്ടലുളവാക്കുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ എറണാകുളം പോലീസ് കമ്മീഷണർ, തൃശ്ശൂർ പോലീസ് കമ്മീഷണറൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ ഞാനാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ 2 പേരെയും വിളിച്ച് അന്നത്തെ ഇവിടുത്തെ തൃശ്ശൂർ, ആദ്യം വിവരം കിട്ടുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് സംഭവിച്ചു എന്നാണ് ശ്രീ ആൻഡോ ജോസഫ് എന്നെ വിളിച്ച് പറഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ തൃശ്ശൂർ SP, റൂറൽ SP, എറണാകുളം കമ്മീഷണർ, ഇവരെല്ലാം ആ സന്ദർഭത്തിൽ തന്നെ വിളിച്ചു പറയുകയും അങ്ങനെയാണ് അവർ ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോയി. അത് പ്രഗത്ഭയായ വനിതാ ഉദ്യോഗസ്ഥ തന്നെ വേണം എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. പ്രോസിക്യൂഷനും അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും പ്രോസിക്യൂഷനെ നിയോഗിച്ചിട്ടുള്ളത്. അതും അതിജീവിതയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ DGP ഉൾപ്പെടെയുള്ള ആളുകളും കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഹാജരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വായിച്ചാലാണ്, സാധാരണ നമുക്കറിയാലോ കോൺസ്പിറൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ വന്നിട്ടുണ്ട്. എന്നാൽ
പ്രോസിക്യൂഷൻ കരുതുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ അതിന് സ്ഥാപിക്കാൻ പറ്റുന്ന എല്ലാ എവിഡൻസുകളും കോടതിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങളത് ഹാജരാക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് ഈ 1512 പേരുടെ ആർഗ്യുമെന്റ് നോട്ട് വിശദമായി നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് എല്ലാ ഭാഗവും പഠിച്ച് അപ്പീൽ പോകണം എന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ദിലീപ് രക്ഷപ്പെട്ടത് ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി സർക്കാരിനുണ്ടായി എന്നുള്ള വ്യാഖ്യാനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പോൾ സർക്കാരിന് വെറുതെ വിട്ടു? അല്ല, സർക്കാർ വെറുതെ വിട്ടല്ലോ. കേരളത്തിൽ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ല, LDF ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും സ്വതന്ത്രമായി ഈ കേസിനകത്ത് അന്വേഷണം നടക്കുമായിരുന്നു. അത് നിങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതിജീവിത തന്നെ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഏറ്റവും നന്നായി തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത്, പ്രോസിക്യൂഷനും ഏറ്റവും ശക്തമായി തന്നെ, അത് അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ്. എന്നാൽ ഒരു കോടതിയുടെ വിധി വന്നിരിക്കുന്നു, ആ വിധി വരുമ്പോൾ നമുക്ക് ആ വിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏത് ഭാഗത്താണ് കോടതി ഇത് കണ്ടിട്ടുള്ളത്, വെറുതെ വിടുന്നതിന് കോടതിയുടെ പ്രേരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ഭാഗങ്ങളാണ്, അതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും സർക്കാർ ശക്തമായിട്ടുള്ള അപ്പീൽ പോവുക. അപ്പീൽ കോടതിക്ക്, വിചാരണ കോടതിക്കകത്ത് എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വിധിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എത്തും. സർക്കാർ പൂർണ്ണമായിട്ടും. ശരി, നിയമമന്ത്രി പി രാജീവ് പ്രതികരിക്കുകയായിരുന്നു. ഈ കേസിൽ അപ്പീൽ പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പീൽ പോകാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോൾ നിയമമന്ത്രി പി രാജീവ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.